ഹായ് ഹലോ എവറി വൺ, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ അക്കാഡമി. നമ്മളപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, ഇന്ത്യൻ ഭരണഘടന, അവകാശങ്ങളും കടമകളും എന്ന പാഠഭാഗത്തെക്കുറിച്ചാണ്, ചാപ്റ്ററിനെ കുറിച്ചാണ്. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നും എങ്ങനെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ രൂപപ്പെട്ടിട്ടുള്ളത് എന്നും അതുപോലെ തന്നെ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ കോർ ആയിട്ടുള്ള ഐഡിയാസ്, അതിന്റെ തീം എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലെ. നമ്മൾ ജസ്റ്റിസിനെ കുറിച്ച്, ലിബർട്ടിയെ കുറിച്ച്, ഇക്വാലിറ്റിയെ കുറിച്ച്, ഫ്രറ്റേണിറ്റിയെ കുറിച്ച് അല്ലെ, അതായത് നീതിയെക്കുറിച്ച്, സമത്വത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, സാഹോദര്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഇന്ന് നമ്മൾ അതിന്റെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമായിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികമായ അവകാശങ്ങൾ എന്തൊക്കെയാണ്, അതെന്താണ് എന്നതിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ മൗലിക അവകാശങ്ങൾ അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നുള്ളത് എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലെ. ഫണ്ടമെന്റൽ റൈറ്റ്സ് ആർ എസെൻഷ്യൽ ഫോർ ദി ഡിഗ്നിറ്റി, ലിബർട്ടി ആൻഡ് സർവൈവൽ ഓഫ് സിറ്റിസൺസ് ഇൻ എ ഡെമോക്രസി. ഒരു മനുഷ്യന്റെ, ഒരു ഡെമോക്രാറ്റിക് കണ്ടീഷനിലുള്ള ഒരു മനുഷ്യന്റെ സർവൈവൽ അല്ലെ, അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന്, അദ്ദേഹത്തിന്റെ എന്താണ് പറയാ, അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് എന്താണ്, ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് എന്ത് ഡിഗ്നിറ്റിയും അതുപോലെ തന്നെ ലിബർട്ടിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അല്ലെ. അപ്പൊ അന്തസ് വേണം, അതുപോലെ തന്നെ സ്വാതന്ത്ര്യം വേണം. ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ്, ഓരോ ജനാധിപത്യ വ്യവസ്ഥയിൽ ഓരോ പൗരന്മാരുടെയും നിലനിൽപ്പിന് വളരെ ആവശ്യമായ വളരെ നീഡ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് എന്ന് എന്ത് ചെയ്യണം, നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. So they are internationally recognized as core human rights. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അല്ലെ, എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഹ്യൂമൻ റൈറ്റ്സ് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഒരു മനുഷ്യന് ജനാധിപത്യ വ്യവസ്ഥയിൽ ജീവിക്കാനുള്ള ഏറ്റവും ഇത് കൂടാതെ അവർക്ക് ജീവിക്കാൻ കഴിയില്ല ഡെമോക്രസിയിൽ അല്ലെ. ഡെമോക്രസി നമുക്ക് വളരെ ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മളെ മറ്റാരെങ്കിലും ഒന്ന് ഭരിക്കും. സോ അതുകൊണ്ട് ജനാധിപത്യ വ്യവസ്ഥയിൽ വളരെ അത്യാവശ്യമാണ് ഈ പറയുന്ന നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഡിഗ്നിറ്റിയും ലിബർട്ടിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. സോ ഇത് ഇന്റർനാഷണലി ഹ്യൂമൻ റൈറ്റ്സ് എന്നാണ് പറയപ്പെടുന്നത്. ദീസ് റൈറ്റ്സ് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് എൻഫോഴ്സ്ഡ് ബൈ ദ സ്റ്റേറ്റ്. ഈ റൈറ്റ്സ് ഒക്കെ എന്താണ് ചെയ്യപ്പെടുന്നത്, ഈ റൈറ്റ്സ് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യപ്പെടുകയും എൻഫോഴ്സ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത് ആരാണ്? സ്റ്റേറ്റ് ആണ്, നമ്മുടെ രാഷ്ട്രമാണ് അല്ലെ. സ്റ്റേറ്റ് ആണ്, നമ്മുടെ രാഷ്ട്രമാണ്. ഇന്ത്യയുടെ കോണ്ടെക്സ്റ്റിൽ ആരാണ്? ഇന്ത്യ എന്ന സ്റ്റേറ്റ് ആണ് ഇന്ത്യയിലെ ഗവൺമെന്റും ഇന്ത്യയിലെ കോടതികളും ഉൾപ്പെടുന്ന ഇന്ത്യ എന്ന സ്റ്റേറ്റ് ആണ് ചെയ്യുന്നത്, ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, ഇത് എൻഫോഴ്സ് ചെയ്യുന്നത്, ഇത് ഉറപ്പ് തരുന്നത്, ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നത് ഒക്കെ ചെയ്യുന്നത് ഇന്ത്യയാണ്. ഓക്കെ, ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട് അല്ലെ. സോ ഡിഫറെന്റ് കൺട്രീസ് ഇൻക്ലൂഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ദിയർ കോൺസ്റ്റിറ്റ്യൂഷൻസ് ബേസ്ഡ് ഓൺ ദിയർ സ്പെസിഫിക് കണ്ടീഷൻസ്. ഓരോ രാജ്യങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലെ. ഓരോ ഇന്ത്യയിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അല്ലെ. പക്ഷെ ഡെമോക്രാറ്റിക് കൺട്രീസിൽ മറ്റ് പലയിടത്തും ഇതേ കാര്യങ്ങൾ തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. പക്ഷെ എങ്ങനെയായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക? ഓരോ രാജ്യത്തും ഓരോരോ കണ്ടീഷൻ ആയിരിക്കും അല്ലെ. സോഷ്യലി, എക്കണോമിക്കലി, പൊളിറ്റിക്കലി ഓരോ രാജ്യത്തും ഓരോ സ്ഥിതി ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ഓരോ രാജ്യത്തും അവരുടെ സ്ഥിതി അനുസരിച്ചായിരിക്കും ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക ഈ കണ്ടീഷൻസ്, ഈ റൈറ്റ്സ്, ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക എന്നുള്ളത് നമ്മൾ ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. സോ ഹിസ്റ്റോറിക്കൽ ഇവന്റ്സ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് ദി കൺസെപ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. അപ്പൊ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്നൊരു കൺസെപ്റ്റ് അല്ലെ, ഇതൊരു കൺസെപ്റ്റ് ആണ്. അല്ലെ. അപ്പൊ ഈ കൺസെപ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ടാവും, പല രാജ്യങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇതിനൊരു ഒരു ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഉണ്ടാവും അല്ലെ, ഒരു ചരിത്രപരമായ ഒരു വികസനം ഉണ്ടാവും അല്ലെ, ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും അല്ലെ, ഒരു വികാസം ഉണ്ടാവും. അപ്പൊ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അല്ലെ, വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. സോ ഇതാണ് ടൈം ലൈൻ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ്സ്. അതായത് നമ്മളുടെ മൗലിക അവകാശങ്ങളുടെ നാൾ വഴിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നാൾ വഴികൾ. ഒന്നാമത്തതാണ് ദി മാഗ്ന കാർട്ട. ഓക്കെ, 1215 മാഗ്ന കാർട്ട.
രണ്ടാമത്തതാണ് അമേരിക്കൻ അവകാശ പത്രിക അല്ലെങ്കിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് 1789 കേട്ടോ. 1789. മൂന്നാമത്തെ എന്താണ് ദ ഡിക്ലറേഷൻ ഓഫ് ദി റൈറ്റ്സ് ഓഫ് മാൻ ആൻഡ് ഓഫ് ദി സിറ്റിസൺ. അതായത് ഫ്രഞ്ച് വിപ്ലവത്തെ തുടർന്നുണ്ടായ എന്താണ് മനുഷ്യാവകാശ പ്രഖ്യാപനം, ഡിക്ലറേഷൻ ഓഫ് ദി ഹ്യൂമൻ റൈറ്റ്സ്. ഇതും എപ്പോഴാണ്? 1789. പിന്നെ മറ്റൊന്നെന്താണ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അതെപ്പോഴാണ്? 1948. 1948. അതായത് ഐക്യരാഷ്ട്ര സംഘടനയുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം. നമുക്ക് നോക്കാം ഇതൊക്കെ എന്തൊക്കെയാണ് നമുക്കൊന്നുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. അപ്പൊ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? അത് മാഗ്ന കാർട്ടയാണ് അല്ലെ. അതെന്താണ്? മാഗ്ന കാർട്ടയാണ്. എന്താണ് മാഗ്ന കാർട്ട നോക്കിയിട്ട് വരാം കേട്ടോ. വാട്ട് ഈസ് മാഗ്ന കാർട്ട? ദ മാഗ്ന കാർട്ട സൈൻഡ് ഇൻ 1215 1215 was the first written document in Britain asserting that the king is not above the law. അതായത് 1215 എന്താണ്? ബ്രിട്ടനിൽ ഒപ്പുവെച്ച ഒരു ഡോക്യുമെന്റ് ആണ് എന്ത്? മാഗ്ന കാർട്ട. എന്താണ് അതിന്റെ പ്രത്യേകതകൾ? ഒന്ന്, ഇറ്റ് വാസ് ദി ഫസ്റ്റ് റിട്ടൺ ഡോക്യുമെന്റ്. അതായത് എഴുതപ്പെട്ട ആദ്യത്തെ ലിഖിതമായ രേഖയാണ്, എഴുതപ്പെട്ട രേഖയാണ് എന്ത് ഈ പറഞ്ഞ മാഗ്ന കാർട്ട അല്ലെ. അതെന്താണ് പറയുന്നത്? രാജാവ് നിയമത്തിന് അതീതനല്ല, രാജാവ് നിയമത്തിന് മുകളിലല്ല. ആര്? രാജാവ്. ഓക്കെ, കിങ് ഈസ് നോട്ട് അബവ് ദ ലോ. അപ്പൊ എന്താണ്? അതുവരെ ഉണ്ടായിരുന്ന കാലം എങ്ങനെയായിരുന്നു? രാജാവ് നിയമത്തിനേക്കാളും മുകളിലായിരുന്നു അല്ലെ. അപ്പൊ രാജാവിന് നിയമം ഒന്നും ബാധകമല്ല, രാജാവിന് തോന്നിയ പോലെ പ്രവർത്തിക്കാം, അല്ലെങ്കിൽ രാജാവ് പറയുന്നതാണ് പലപ്പോഴും നിയമം. എന്നാൽ സ്ഥിതി മാറി. 1215 ബ്രിട്ടനിൽ ഈ പറഞ്ഞ മാഗ്ന കാർട്ട വന്നപ്പോൾ സ്ഥിതി ആകെ മാറി. എന്തായി സ്ഥിതി? രാജാവ് നിയമത്തിന് താഴെയായി. അതായത് നിയമം പറയുന്നത് പോലെയാണ് പിന്നീട് ആർക്ക് പ്രവർത്തിക്കാൻ കഴിയുക, ആർക്ക് വർക്ക് ചെയ്യാൻ പറ്റുക? നമ്മളുടെ രാജാവിന് വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള സിറ്റുവേഷൻ വന്നു. അപ്പൊ രാജാവിന് തോന്നിയ പോലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അതില്ല അല്ലെ. നമ്മളുടെ നിയമം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് വേണം ആര് പ്രവർത്തിക്കാൻ? രാജാവ് ഉൾപ്പെടെയുള്ള സകലരും പ്രവർത്തിക്കാൻ എന്നുള്ളതായി അവിടുത്തെ അവസ്ഥ. ആൻഡ് അതിന്റെ മറ്റൊരു പ്രത്യേകത എന്താണ്? ഇറ്റ് ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ ദ ബ്രിട്ടീഷ് പാർലമെന്റ്സ് പവേഴ്സ് ആൻഡ് ഇൻഫ്ലുവൻസ്ഡ് ലേറ്റർ ഡോക്യുമെന്റ്സ് ലൈക്ക് ദ പെറ്റിഷൻ ഓഫ് റൈറ്റ്സ് ആൻഡ് ദ ബിൽ ഓഫ് റൈറ്റ്സ്. പിന്നീട് വന്ന പെറ്റിഷൻ ഓഫ് റൈറ്റ്സിനെയും അതുപോലെ തന്നെ ബിൽ ഓഫ് റൈറ്റ്സിനെയൊക്കെ സ്വാധീനിക്കാൻ ആർക്ക് സാധിച്ചു? ഈ പറയുന്ന മാഗ്ന കാർട്ടയ്ക്ക് 1215 മാഗ്ന കാർട്ടയ്ക്ക് സ്വാധീനിച്ചു. അതുപോലെ തന്നെ ബ്രിട്ടീഷ് പാർലമെന്റിന്റെ പവേഴ്സ് അധികാരങ്ങൾ പവേഴ്സ് എന്ത് ചെയ്യുന്നു? ഇതാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്, ഇതാണ് ഫൗണ്ടേഷൻ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന മാഗ്ന കാർട്ടയാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ അല്ലേ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ആൻഡ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? അതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സ് അല്ലെ. യുഎസിലെ ബിൽ ഓഫ് റൈറ്റ്സ് അല്ലെങ്കിൽ അമേരിക്കൻ അവകാശ പത്രിക അല്ലെ. അമേരിക്കൻ അവകാശ പത്രിക. എന്താണ് അമേരിക്കൻ അവകാശ പത്രിക എന്ന് നോക്കാം നമുക്ക്. The US Constitution's Bill of Rights guarantees key freedoms such as religion, speech, press, peaceful assembly and security of life and property. അതായത് മതം അല്ലെ, സംസാരം അല്ലെങ്കിൽ അഭിപ്രായം, പത്രപ്രവർത്തനം അല്ലെ. മതം, സംസാരം അല്ലെങ്കിൽ അഭിപ്രായം, പത്രപ്രവർത്തനം, സമാധാനപരമായ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ, യോഗങ്ങൾ, ജീവന്റെയും സ്വത്തിന്റെയും സുരക്ഷ അല്ലെ, ജീവന്റെയും സ്വത്തിന്റെയും സംരക്ഷണം തുടങ്ങിയ പ്രധാനപ്പെട്ട സ്വാതന്ത്ര്യങ്ങൾ US ഭരണഘടനയുടെ അവകാശ ബിൽ അല്ലെ, US ഭരണഘടനയുടെ ബിൽ ഓഫ് റൈറ്റ്സ് നമുക്ക് എന്ത് ചെയ്യുന്നു? നമുക്ക് ഉറപ്പു തരുന്നു എന്ന് കാണാം. അതാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബിൽ ഓഫ് റൈറ്റ്സിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്ന്. സോ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? മൂന്നാമത്തെ സ്റ്റെപ്പാണ് മനുഷ്യാവകാശ പ്രഖ്യാപനം അല്ലെ. അതായത് ദ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ എന്ന് പറയുന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം.
The Declaration of the Rights of Man issued by France National Assembly in 1789. അല്ലെ, ഫ്രാൻസ് നാഷണൽ അസംബ്ലി ആണ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ്സ് ഓഫ് മാൻ എന്ത് ചെയ്യുന്നത് ഡിക്ലെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ കൊണ്ടുവരുന്നത് ഫ്രാൻസ് ആണ് കേട്ടോ. ഇറ്റ് പ്രൊക്ലെയിംസ് ദ ഇൻഡിവിജ്വൽ ആൻഡ് കളക്റ്റീവ് റൈറ്റ്സ് ഓഫ് ഓൾ സിറ്റിസൺസ്. അല്ലെ, എല്ലാ മനുഷ്യന്റെയും ഇൻഡിവിജ്വലും കളക്റ്റീവുമായ അവകാശങ്ങൾ, അതായത് വ്യക്തിപരവും അതുപോലെ തന്നെ എന്താണ് കൂട്ടായതുമായ അവകാശങ്ങൾ. അല്ലെ, വ്യക്തിഗതവും കൂട്ടായതുമായ അവകാശങ്ങൾ പ്രഖ്യാപിക്കുന്ന ആരാണ് ദ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രഖ്യാപനമാണ് 1789. ഇറ്റ് അഫേംസ് ദാറ്റ് ഓൾ സിറ്റിസൺസ് ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ ഇൻ റൈറ്റ്സ്. എല്ലാ മനുഷ്യന്മാരും ജന്മന ജനിച്ചത് ഫ്രീ ആയിട്ടാണ്, സ്വാതന്ത്ര്യത്തോടു കൂടിയാണ്, അൺഈക്വലി ആണ്. അല്ലെ, എല്ലാ മനുഷ്യരും ജനനത്തോടുകൂടി ഫ്രീ ആണ്, സ്വാതന്ത്ര്യമുള്ളവരാണ്, ഈക്വലുമാണ്, അതായത് തുല്യത ഉള്ളവരുമാണ്. ഓക്കെ, തുല്യതയും ഇക്വാലിറ്റിയും അതുപോലെ തന്നെ സ്വാതന്ത്ര്യവും ഫ്രീഡവും ഉള്ള മനുഷ്യരായിട്ടാണ് ഓരോ കുഞ്ഞും ഈ ഭൂമിയിലേക്ക് ജനിച്ചു വീഴുന്നത് എന്ന് ആരാണ് പറയുന്നത്? ഫ്രാൻസ് നാഷണൽ അസംബ്ലിയിൽ വെച്ച് നടന്ന മനുഷ്യാവകാശ പ്രഖ്യാപനം. അല്ലെ, ദ ഡിക്ലറേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് മാൻ പറഞ്ഞു വെക്കുകയാണ്. സോ വിത്ത് സോഷ്യൽ ഡിസ്റ്റിങ്ഷൻസ് ബേസ്ഡ് ഓൺലി ഓൺ ദ കോമൺ ഗുഡ്. എന്താണത് പറയുന്നത്? പൊതുനന്മയെ മാത്രം അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വ്യത്യാസങ്ങൾ ഉണ്ടെന്നും ഇത് പറയുന്നുണ്ട്. അല്ലെ, പൊതുനന്മയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അല്ലെ, അതല്ലാതെ അവരുടെ ഇക്വാലിറ്റിയെയോ അവരുടെ ഫ്രീഡത്തിനെയോ ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് ആർക്കും കഴിയില്ല എന്ന് ഈ പറഞ്ഞ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലൂടെ മുന്നോട്ട് വെക്കപ്പെടുകയാണ് കേട്ടോ. മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലൂടെ മുന്നോട്ട് വെക്കപ്പെടുകയാണ്. അതാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊന്നാണ് യുണൈറ്റഡ് നേഷൻസ് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. അല്ലെ, ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശങ്ങളുടെ സാർവത്രികമായ ഒരു പ്രഖ്യാപനം മുന്നോട്ട് വെക്കുന്നത്. എന്താണത് മുന്നോട്ട് വെക്കുന്നത്? യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് 1948 കേട്ടോ. 1948 എന്താണിത്? ബിൽ ഓഫ് റൈറ്റ്സ് ഇഷ്യൂഡ് ബൈ ദ യുണൈറ്റഡ് നേഷൻസ് ഫോർ ഇംപ്ലിമെന്റേഷൻ ബൈ ഓൾ മെമ്പർ സ്റ്റേറ്റ്സ്. അതായത് യുണൈറ്റഡ് നേഷൻസ് നമുക്കറിയാം എല്ലാ രാജ്യങ്ങളുടെയും കൂടി ഒരു സഭയാണ് അല്ലെ, ഐക്യരാഷ്ട്രസഭ അല്ലെങ്കിൽ UNO എന്നൊക്കെ വിളിക്കുന്നത്. അല്ലെ, അപ്പൊ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുകയാണ്? ഈ പറഞ്ഞതുപോലെ ഒരു മനുഷ്യാവകാശ പ്രഖ്യാപനം, അല്ലെ, ഒരു സാർവത്രികമായ പ്രഖ്യാപനം കൊണ്ടുവരികയാണ്. ഈ പ്രഖ്യാപനത്തിലൂടെ ഇവർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഈ മനുഷ്യാവകാശങ്ങൾ, അല്ലെ, ഈ നേരത്തെ ഡിസ്കസ് ചെയ്യപ്പെട്ട മനുഷ്യാവകാശങ്ങളൊക്കെ തന്നെയും ഈ അംഗരാജ്യങ്ങളെല്ലാം, അതിനകത്ത് അംഗങ്ങളായിരിക്കുന്ന എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്യണം? ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അല്ലെ, ഉറപ്പുവരുത്തണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് നമ്മളുടെ രാജ്യത്തേക്ക് ഉൾപ്പെടെ ഈ പറഞ്ഞ നിലയിൽ എന്ത് വരുന്നത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ നാട്ടിനകത്തേക്ക് ഉൾപ്പെടെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. ആൻഡ് മറ്റൊന്നു കൂടിയാണ് ഹിസ്റ്റോറിക്കൽ ഡിക്ലറേഷൻസ് ഓൺ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി. The historical declarations on rights have significantly influenced the inclusion of fundamental rights in many democratic constitutions, including that of India. അതായത് മറ്റൊരു ഡിക്ലറേഷൻ ആണ് ഹിസ്റ്റോറിക്കൽ ഡിക്ലറേഷൻസ് ഓൺ റൈറ്റ്സ്. ഇതും എന്ത് ചെയ്യുന്നു? ഇന്ത്യയുടേത് ഉൾപ്പെടെ മറ്റ് പല ഡെമോക്രാറ്റിക് രാജ്യങ്ങളുടെയും ഭരണഘടനയെ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ് ഹിസ്റ്റോറിക്കൽ ഡിക്ലറേഷൻസ് ഓൺ റൈറ്റ്സ്. ഓക്കെ, അതുകൂടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതുകൂടി ഓർത്തു വെക്കണം. ഇങ്ങനെ ഒരുപാട് അവകാശ പ്രഖ്യാപനങ്ങളുടെ, ഒരുപാട് റൈറ്റ്സ് ഡിക്ലറേഷൻസിന്റെ അംശങ്ങൾ എല്ലാം അടങ്ങിയത് കൊണ്ട് തന്നെയാണ് നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയിലേക്കും വന്നിട്ടുള്ളത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് വന്നിട്ടുള്ളത് എന്ന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓർത്തു വെക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കപ്പെടുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് പല ഇടങ്ങളിൽ നിന്നായി നമ്മൾ ശേഖരിച്ചു. അല്ലെ, നമുക്ക് ആവശ്യമുള്ള നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പല രാജ്യങ്ങളിൽ നിന്ന് നമ്മൾ ശേഖരിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന എന്ന് വളരെ ബൃഹത്തായ ഒരു ഭരണഘടന നമ്മൾ ലോകത്തിന് മുൻപിൽ തന്നെ വിസ്മയത്തോടു കൂടി നമ്മൾ അവതരിപ്പിക്കുന്നത്. സോ ഇങ്ങനെ കുറെ ഡെവലപ്മെന്റ്സും നമ്മളുടെ ഭരണഘടനയെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ മറക്കാൻ പാടില്ല. ഓക്കെ, മറക്കാൻ പാടില്ല. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയിൽ,
അല്ലെ? എന്തൊക്കെയാണ് ഇന്ത്യൻ ഭരണഘടനയിലുള്ള മൗലികമായ അവകാശങ്ങൾ, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം അല്ലെ? എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ്? The inclusion of fundamental rights in the Indian Constitution was influenced by the denial of rights under British rule, the values of the freedom struggle, the Indian Renaissance movement, and the rights enshrined in other countries, constitutions and historical bill of rights. അതായത് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത് എങ്ങനെയാണ്? ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നമുക്ക് നിഷേധിക്കപ്പെട്ട ഒരുപാട് അവകാശങ്ങളുണ്ട് അല്ലെ? നമുക്ക് ഒരുപാട് അവകാശങ്ങളുണ്ട്. നമുക്ക് അതൊക്കെ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ എന്ത് ചെയ്തു? നമുക്ക് നിഷേധിക്കപ്പെട്ടു അല്ലെ? നമ്മൾ വളരെ കൃത്യമായി ചൂഷണം ചെയ്യപ്പെട്ടു അല്ലെ? വളരെ വളരെ ബുദ്ധിമുട്ടേറിയ ചൂഷണങ്ങൾക്ക് നമ്മൾ വിധേയരായി അല്ലെ? അതുപോലെ തന്നെയാണ് വളരെയധികം നമ്മൾ കഷ്ടപ്പെട്ടു. നമ്മൾ വളരെയധികം കഷ്ടപ്പെടുന്ന സിറ്റുവേഷൻസ് ഉണ്ടായി അല്ലെ? നമ്മളെ സാമ്പത്തികമായി കൊള്ളയടിച്ചു അല്ലെ? അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിക്കുകയുണ്ടായി അല്ലെ? ഇങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നമ്മൾ നേരിട്ട ഒരുപാട് പ്രശ്നങ്ങൾ, അവകാശ നിഷേധങ്ങൾ അല്ലെ? ഡീനിയൽ ഓഫ് റൈറ്റ്സ്, അതുപോലെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മൂല്യങ്ങൾ അല്ലെ? അതിനെതിരെ നമ്മൾ പോരാടി ഉണ്ടാക്കിയ കുറെ മൂല്യങ്ങളുണ്ട് അല്ലെ? അതിനെതിരെ നമ്മൾ നടത്തിയ പോരാട്ടത്തിന്റെ ഭാഗമായി അല്ലെ? സ്വാതന്ത്ര്യ സമരത്തിന്റെ, ഫ്രീഡം ഫൈറ്റിന്റെ ഭാഗമായി നമുക്ക് കിട്ടിയ ഒരുപാട് വാല്യൂസ് ഉണ്ട്, നമുക്ക് ഒരുപാട് കിട്ടിയ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങൾ അതുപോലെ തന്നെയാണ് ഇന്ത്യൻ നവോത്ഥാന പ്രസ്ഥാനം, ഇന്ത്യയിലെ റെനൈസൻസ് മൂവ്മെന്റ് അല്ലെ? ഇന്ത്യയിലെ റെനൈസൻസ് മൂവ്മെന്റ് ഉണ്ടാക്കിയെടുത്ത കുറെ നല്ല നല്ല സാമൂഹിക പരിഷ്കരണത്തിന്റെ ഒക്കെ ഭാഗമായി ഉണ്ടായി വന്ന നല്ല നല്ല മൂല്യങ്ങളുണ്ട് അല്ലെ? ആ മൂല്യങ്ങൾ അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനകളിലും ചരിത്രപരമായ മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ, ചരിത്രപരമായ അവകാശ ബില്ലുകളിലും ഉൾപ്പെടുത്തിയിട്ടുള്ള അവകാശങ്ങൾ, ഇങ്ങനെ നമുക്ക് ഒരുപാട് പല പല ഭാഗങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എങ്ങനെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മൾ ഇങ്ങനെ ഒരുപാട് ഭാഗങ്ങളിൽ നിന്ന് നമുക്കുണ്ടായ അനുഭവങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത് കൂട്ടുകാരെ? നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എന്തുൾപ്പെടുത്തിയത്? ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലികമായ അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ, ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, ഇനി എവിടെയാണ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്? ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് പ്രൊട്ടക്റ്റഡ് ആൻഡ് ഗ്യാരണ്ടീഡ് ബൈ പാർട്ട് 3 ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 3ാം ഭാഗമാണ് കേട്ടോ. പാർട്ട് 3യിലാണ് എന്ത്? ഫണ്ടമെന്റൽ റൈറ്റ്സ് നമുക്ക് ഉറപ്പ് നൽകുകയും പ്രൊട്ടക്ട് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ ഗോ ബിയോണ്ട് ഓർഡിനറി ലോസ് ആൻഡ് എൻഷുർ കോർ ഫ്രീഡംസ് ഫോർ ഓൾ സിറ്റിസൺസ്. എല്ലാ സിറ്റിസൺസിനും, പൗരന്മാർക്കും സാധാരണഗതിയിൽ നിയമത്തിന് പുറത്തുപോയി വളരെ കൃത്യവും വ്യക്തവുമായ മൗലികമായ അവകാശങ്ങൾ, അടിസ്ഥാനപരമായ വളരെ ബേസിക് ആയിട്ടുള്ള അവകാശങ്ങൾ എല്ലാ മനുഷ്യർക്കും ഇത് ഏറ്റവും കൃത്യമായി ബാധകമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന നിലയിൽ മൗലികമായ അവകാശങ്ങൾ നമ്മുടെ ഭരണഘടനയുടെ പാർട്ട് 3 ഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എന്ന് എന്ത് ചെയ്യണം? നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടതാണ് കേട്ടോ, നമ്മൾ ഓർമ്മയിൽ വെക്കേണ്ടതാണ്. മറ്റൊരു പോയിന്റ് ലിസ്റ്റ് ഓഫ് ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ഇൻക്ലൂഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്നതിനെ സ്വാധീനിച്ച ഘടകങ്ങളുടെ പട്ടിക തയ്യാറാക്കാൻ പറയുന്നുണ്ട്. എന്തൊക്കെയായിരിക്കും നമ്മളുടെ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുന്നതിന് സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയായിരിക്കും? നമുക്ക് നോക്കാം അല്ലെ? നമുക്ക് നോക്കാം. ഒന്ന് ഡീനിയൽ ഓഫ് റൈറ്റ്സ് എക്സ്പീരിയൻസ് ഡ്യൂറിംഗ് ദ കൊളോണിയൽ റൂൾ. നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കൊളോണിയൽ ഭരണകാലത്ത്, ബ്രിട്ടീഷ് ഭരണകാലത്ത് അല്ലെ നമ്മൾ നേരിട്ടുകൊണ്ടിരുന്ന അവകാശ നിഷേധങ്ങൾ, ഡീനിയൽ ഓഫ് റൈറ്റ്സ് തന്നെ ഒന്ന്. രണ്ടാമത്തെ എക്സിസ്റ്റിംഗ് കണ്ടീഷൻ ഇൻ ദ വേൾഡ്. ലോകത്തിൽ നിലവിലുള്ള സാഹചര്യങ്ങൾ നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ടാവും അല്ലെ? നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് അവകാശ പ്രഖ്യാപനങ്ങൾ, ബില്ലുകളൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. മൂന്നാമത്തെ വാല്യൂസ് അപ്ഹെൽഡ് ബൈ ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി നമുക്ക് ലഭിച്ച കുറെ മൂല്യങ്ങൾ അല്ലെ? മറ്റൊന്നെന്താണ്? ഐഡിയാസ് ഓഫ് ദി ഇന്ത്യൻ റെനൈസൻസ് മൂവ്മെന്റ്. ഇന്ത്യൻ റെനൈസൻസ് മൂവ്മെന്റിന്റെ ഒരുപാട് ഐഡിയാസ് അല്ലെ? നാലാമത്തെ റൈറ്റ്സ് മെൻഷൻഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് അതർ കൺട്രീസ്. മറ്റ് രാജ്യങ്ങളുടെ ഭരണഘടനകളിലെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള നിരവധിയായ അവകാശങ്ങൾ. മറ്റൊന്നെന്താണ്? ഇൻഫ്ലുവൻസ് ഓഫ് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്സ് ലൈക്ക് ദ ബിൽസ് ഓഫ് റൈറ്റ്സ് അല്ലെ? ബിൽസ് ഓഫ് റൈറ്റ്സ് പോലെയുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഒരുപാട് ഡോക്യുമെന്റ്സ്. ഇതൊക്കെ എന്ത് ചെയ്തു?
നമ്മളുടെ രാജ്യത്തിന്റെ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഉൾപ്പെടുത്തുന്നതിനെ സ്വാധീനിച്ചു എന്നെന്ത് ചെയ്യണം, നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് നമ്മളുടെ മൗലികാവകാശങ്ങൾ, എന്തൊക്കെയാണ് നമ്മളുടെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ്സ് എന്ന് നമുക്ക് നോക്കിയാലോ. റെഡിയാണോ കൂട്ടുകാരെ? 6 റൈറ്റ്സ് ആണുള്ളത്. നമ്മൾ ഇന്നത്തെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകും. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും കേട്ടോ. അപ്പൊ ഒന്നാമത്തെ റൈറ്റ് നമുക്ക് നോക്കാം. എന്താണ്? റൈറ്റ് ടു ഇക്വാലിറ്റി. റൈറ്റ് ടു ഇക്വാലിറ്റി പഠിക്കാനൊക്കെ വളരെ എളുപ്പമാണ്. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് എല്ലാ കാര്യവും എന്താണ് സമാന സ്വഭാവമുള്ള, സമാന അർത്ഥം വരുന്ന കാര്യങ്ങളാണ്. സോ ഇവിടെ നമ്മൾ പഠിക്കുന്നത് മൗലികാവകാശങ്ങളാണ്, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ എന്താണ്? സമത്വത്തിനുള്ള അവകാശമാണ്. റൈറ്റ് ടു ഇക്വാലിറ്റി ആണെന്ന് ഓർത്തു വെക്കുക. രണ്ടാമത്തെ എന്താണ്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണെന്ന് ഓർത്തു വെക്കുക. റൈറ്റ് ടു ലിബർട്ടി ആണെന്ന് ഓർത്തു വെക്കുക. മൂന്നാമത്തെ റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ആണ്, അതായത് എന്താണ്? ചൂഷണത്തിനെതിരായ അവകാശമാണെന്ന് ഓർത്തു വെക്കുക. നാലാമത്തെ എന്താണ്? റൈറ്റ് ടു ഫ്രീഡം ആണ്, അല്ലെ? സ്വാതന്ത്ര്യത്തിനുള്ള, ഫ്രീഡം ഓഫ് റിലീജിയൻ ആണ്, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണെന്ന് ഓർത്തു വെക്കുക. അഞ്ചാമത്തെ എന്താണ്? കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ് ആണ്, അല്ലെ? അതായത് വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ അവകാശങ്ങളാണെന്ന് ഓർത്തു വെക്കുക. ആറാമത്തെ എന്താണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്, അല്ലെ? അതായത് എന്താണ്? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്, അല്ലെ? റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഓർത്തു വെക്കുക. സോ ഇങ്ങനെ 6 തരത്തിലാണ് നമുക്ക് അവകാശങ്ങൾ ഉള്ളത്. ഈ 6 കാര്യങ്ങളും എന്ത് ചെയ്യണം നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഓർത്തു വെക്കേണ്ടതായിട്ടുണ്ട്. സോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിച്ചത്. എങ്ങനെയാണ് നമ്മളുടെ രാജ്യത്ത് എന്താണ് മൗലിക അവകാശങ്ങൾ, എങ്ങനെയാണ് നമ്മളുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടെ മൗലിക അവകാശങ്ങൾ കടന്നു വന്നിട്ടുള്ളത്, അങ്ങനെ എന്തൊക്കെയാണ് ഈ മൗലിക അവകാശങ്ങൾ എന്ന് നമ്മൾ ഇന്ന് നോക്കിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇത് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കണം, അല്ലെ? നമുക്ക് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലായി ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. സോ ഫോർ ദ ടൈം ബീയിങ് ലെറ്റ് മീ കൺക്ലൂഡ് ഫോർ ടുഡേ. താങ്ക് യു എവരിവൺ.